ഭരണകൂടങ്ങളുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ ജീവിത രൂപങ്ങൾ, നമ്മളെങ്ങനെ ഭക്ഷണം ധരിക്കണം, നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ എന്തുപയോഗിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ ആരാ? നവമാധ്യമം. കാരണം ഇപ്പം നമ്മളിട്ട ഉടുപ്പ് പോലും, മിസ്സപ്പെട്ട ഈ ഒരു ഡ്രസ്സിലെ നമ്മളിതൊരു പരസ്യം കണ്ട് അടിപൊളി ആളെ വാങ്ങുന്നു. അപ്പം നമ്മൾ ആഡ് ഇല്ല, ഇതൊക്കെ ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന പേന നല്ലത്, പിന്നെ വാച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ്, പരസ്യം, സോഷ്യൽ മീഡിയയിൽ, ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങുന്നത്, പിന്നെ ആമസോൺ, അങ്ങനെയുള്ള ഓരോ മീഡിയ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സാധനം സെലക്ട് ചെയ്യുന്നു, വീട്ടിലേക്ക് സംഭവങ്ങൾ എത്തുന്നു. ഫുഡൊക്കെ വേണമെങ്കിൽ അപ്പം ഓർഡർ ചെയ്യുന്ന ഫുഡ് എത്തുന്നു അല്ലേ? ഇപ്പോഴത്തെ ലോകം തന്നെ എത്രത്തോളം ഈ മാധ്യമങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് പാഠം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നുള്ള ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയാണ്. ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്നാണ് ഇതിൽ പറയുന്നത്. ഒരാൾക്ക് എത്ര ഭൂമി വേണം, അത് എഴുതിയത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. അതായത് ഈ കഥ ദുരന്ത കഥ ആയത് എങ്ങനെയെന്ന് വിശദീകരിക്കുക. ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന കഥ ദുരന്ത കഥയായിട്ട് എങ്ങനെയാണ് മാറിയത്? അത് എസ്സേ ക്വസ്റ്റ്യനാണ് വരിക. എങ്ങനെയാണ് ദുരന്ത കഥയായത്? നമ്മുടെ ഈ ഒരാൾക്ക് എത്ര ഭൂമി വേണം, ഇതാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്. ഒരാൾക്ക് എത്ര ഭൂമി വേണം, ലിയോ ടോൾസ്റ്റോയ് എഴുതിയ. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് കഥ മിസ് വായിച്ചുതരാം. നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, അങ്ങനെയാണ് തുടങ്ങുന്നത്. അതിമോഹം ചക്രം ചവിട്ടും. പാഖാമിന്റെ കാര്യത്തിൽ ഇത് ശരി തന്നെ. പാഖാം, നമ്മുടെ ഇതിലെ നായകന്റെ പേരാണ് പാഖാം, മറന്നു പോകരുതേ. നമ്മളെ കഥാപാത്രത്തിന്റെ പേരാണ് പാഖാം. പാഖാം എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് ഇത്. നമ്മുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണം. അധ്വാനശീലനായ ഒരു കർഷകനായിരുന്നു പാഖാം, മറന്നു പോകല്ലേ. അദ്ദേഹം അധ്വാനശീല ഒരു കർഷകനായിരുന്നു. ഭാര്യ മേരിയുമൊത്ത് സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുകയായിരുന്നു പാഖാം. അപ്പോഴാണ് അയാൾക്ക് ദുർമോഹ പിശാച് അയാളെ കൂടി, അഹങ്കാരം, ദുർമോഹം അയാളെ പിടികൂടിയത്. ലോകം മുഴുവൻ പിടിച്ചടക്കാനുള്ള ആർത്തി. ആളുകൾ ഇങ്ങനെ എന്താ ചെയ്യുക? കൃഷിക്കാരെ അപേക്ഷിച്ച് ഈ ചുറ്റുവട്ട കച്ചവടക്കാരായിരുന്നു കൂടുതലും. എന്തായാലും പെട്ടെന്ന് പണക്കാരനാവണമെന്നൊരു ചിന്ത പാഖാമിൽ വന്നു. അക്കാലത്താണ് പരദേശിയ ഒരു ചെറുപ്പക്കാരൻ പാഖാമിനെ സന്ദർശിക്കുന്നത്. ഏകദേശം 500 നാഴി അകലെ ഒരു സ്ഥലമുണ്ടെന്നും അവിടെ പേരിനൊരു വില കൊടുത്താൽ എത്ര ഭൂമി വേണമെങ്കിലും വാങ്ങാമെന്നും അദ്ദേഹം പാഖാമിനെ വിശ്വസിപ്പിക്കുന്നു. അവിടുത്തെ അധികാരികൾക്ക് ചില്ലറ സമ്മാനം കൂടി കൊടുത്താൽ അവർ പെട്ടെന്ന് നമുക്ക് ഭൂമി നമ്മുടെ പേരിലാക്കി തരുമെന്ന് പറയുന്നു. അയാൾ വാങ്ങിയ ഭൂമിക്ക് ഈ പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ പാഖാമിന് കാണിച്ചു കൊടുക്കുക, ഞാൻ അതൊക്കെ വാങ്ങിയതാണ്, അയാൾ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ പാഖാം വലിയ ഭ്രമമായി. എത്ര ലാഭത്തിൽ കിട്ടുന്ന ഭൂമി പോയി വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ആര് എന്ത് ചെയ്യും? പിന്നെ പിറ്റേന്ന് തന്നെ അയാളോടൊപ്പം നമ്മുടെ പാഖാം അയാൾ പുറപ്പെട്ടു അല്ലേ. ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ആര് പോയി? പാഖാം അയാളുടെ കൂടെ പോകുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ടോൾസ്റ്റോയ് പറഞ്ഞത് എങ്ങനെയാണ് ഇത് ദുരന്ത കഥയായി നമ്മൾ നോക്കുന്നില്ലേ? എങ്ങനെയാണ് ഇതൊരു ദുരന്ത കഥയായി നമുക്ക് നോക്കാം. പക്ഷേ ഇയാൾക്ക് നമ്മുടെ പാഖാമിന് കുറച്ച് അഹങ്കാരം കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ പാഖാം എങ്ങോട്ട് പോകുന്നു? ലോകം കണ്ട ഏറ്റവും വലിയ അദ്ദേഹം അഹങ്കാരം കൂടിയത് കൊണ്ട് അദ്ദേഹം ആ ഭൂമി വാങ്ങാൻ ആ സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ അയാളെ കൂടെ കൊണ്ടുപോയ ആളാണ് അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അല്ലേ. ഇതൊരു ഇവിടെ എത്ര അധികാരികൾ എത്ര ഭൂമി വേണമെങ്കിലും തരുന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ പാഖാം എന്ത് ചെയ്യുന്നു? അയാളുടെ കൂടെ ഭൂമി വാങ്ങാൻ ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നതാണ് കഥയുടെ ആരംഭം എന്ന് അല്ലേ. പിറ്റേന്ന് തന്നെ അയാൾ കാര്യസ്ഥനോടൊപ്പം പുതിയ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വഴിക്ക് വെച്ചൊരു പട്ടണത്തിൽ അധികാരികളെ സന്തോഷിപ്പിക്കുന്നതിന് സമ്മാനങ്ങളും, അവിടെ അധികാരികൾ തരണല്ലോ, അധികാരികൾ വഴി സമ്മാനങ്ങളും വാങ്ങി. പിറ്റേ അയാൾ കാര്യസ്ഥനോടൊപ്പം പോയി. പാഖാമിന്റെ ഉദ്ദേശം അധികാരികളെ അറിയിച്ചു. അവർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അയാൾ പാഖാം കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം അധികാരികൾ കൊടുത്തു. പാഖാമിന് ആവശ്യമുള്ളിടത്തോളം ഭൂമി എടുക്കുന്നതിന് വിരോധമില്ലെന്ന് അവിടുത്തെ അധികാരികൾ പറഞ്ഞു. അധികാരികളുടെ മേധാവിയോ എങ്ങനെയാണ് എനിക്ക് ഇഷ്ടമുള്ളിടത്തോളം എടുക്കുക, അതിന് ആധാരവും മറ്റൊന്ന് വേണ്ടേ? നിങ്ങളുടെ കൈവശമുള്ള ഭൂമി ധാരാളം, എൻ്റെ പണസ്ഥിതിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. ആധാരങ്ങളോ മറ്റൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെ നിങ്ങളുടെ ഭൂമി വാങ്ങും? അധികാരി: അത് വാസ്തവം തന്നെ, വേണ്ടുന്ന ആധാരങ്ങൾ എഴുതി ഒപ്പിട്ട് തരുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ പാഖാം എന്ത് ചെയ്തു? പിന്നെ അയാൾ ആധാരം എഴുതുന്ന ഒരാളുണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നാണ് ഇവരെന്ത് ചെയ്യുന്നു? ആധാരം എഴുതാൻ പോകുന്നു. സാധാരണ പിന്നെ ഒരേക്കറിന് എന്ത് വിലയാണ്? ഞങ്ങൾക്ക് ഒറ്റ വിലയുള്ളൂ, ദിവസത്തേക്ക് 100 രൂപ.
പാഖാം കാര്യം മനസ്സിലാതെ പകുതി ഒരു ദിവസം ഞാനത് ഇതുവരെ കേട്ടിട്ടില്ല. എത്ര ഏക്കർ അധികാരി പറയും ഇവിടെ അളക്കൊന്നുമല്ല, ഒരു ദിവസം നിങ്ങൾക്ക് 100 രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. പാഖാം അതെന്താ നിങ്ങൾ 100 രൂപ എന്ന് പറഞ്ഞത്? ഞങ്ങൾ ദിവസക്കണക്കായിട്ടാണ് ഭൂമി കൊടുക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് നടന്നെത്തുവാൻ സാധിക്കുന്ന സ്ഥലം മുഴുവൻ നിങ്ങൾക്ക് എടുക്കാം, അത് എത്രയായാലും വേണ്ടില്ല, അതിന് ഞങ്ങൾക്ക് 100 രൂപ തരണം. അപ്പോൾ പാഖാമിനോട് ആ ഒരു വരെ തൊടി ഇങ്ങനെ നടന്നു പോയി എവിടെ വരെ എത്തുന്നോ അവിടെ വരെ നിങ്ങൾക്ക് അളന്നെടുക്കാം, ഒരു ദിവസത്തേക്ക് 100 രൂപ വേണം. അങ്ങനെ അയ്യോ നിങ്ങൾക്ക് നഷ്ടമല്ല, ഞാൻ കുറേ ദൂരം നടന്ന് നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ പോകില്ല. അപ്പം അധികാരി ഇത് കേട്ടപ്പോൾ ചിരിച്ചുപോയി. അതിനെന്താ, മറ്റുള്ളവരുടെ സാമർത്ഥ്യം പോലെ നിങ്ങളുടെ സാമർത്ഥ്യം പോലെ നിങ്ങൾ കുറേ നടന്നു പോയിക്കോളൂ, എന്നിട്ട് കിട്ടുന്ന സംഭവം എടുത്തോളൂ. അങ്ങനെ ഞാൻ അവസാനം എത്തുന്ന സ്ഥലത്ത് ഞാൻ അതിരിടും, അപ്പം നിങ്ങൾ പ്രശ്നമുണ്ടോ എന്ന് നോക്കി പാഖാം. ഇല്ല, നിങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എവിടെയാണ് എത്തുന്നത് അവിടെ നിങ്ങൾ അതിരിട്ട് നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ നിങ്ങൾ അപ്പം നിങ്ങൾ എവിടെയാണ് ആ തൂമ്പ ഇടയ്ക്കിടയ്ക്ക് മണ്ണിലൊന്ന് കൊത്തിയേക്കണം. ആ കൊത്തിൽ കൂടി വരച്ച് 4 പുറം വേലിയോ മറ്റോ കെട്ടി നിങ്ങൾ അതിർത്തി ഉണ്ടാക്കാം. അങ്ങനെ ഒരു ദിവസത്തെ പ്രയത്നം കൊണ്ട് കോടീശ്വരനാവാം എന്നുള്ള പാഖാമിൻ്റെ ചിന്ത പാഖാമിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നു, ആ സ്ഥലം വാങ്ങാൻ പോകുന്നു. അന്ന് രാത്രി പാഖാം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. കാരണം പിറ്റേന്ന് കുറേ നടന്നു പോയിട്ട് കുറേ ഭൂമി ഉണ്ടാവും, 1 ഏക്കറൊക്കെ നടക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ, അത്ര നമുക്ക് എടുക്കാം. അങ്ങനെ അയാൾ ഭയങ്കരമായിട്ട് ആലോചിക്കാൻ തുടങ്ങി. അയാൾ ആലോചിച്ച് സ്വപ്നങ്ങൾ മുഴുകിയത് രാവിലെയായി. നേരം പുലർത്തപ്പോൾ അയാൾ എഴുന്നേറ്റ് പുറത്തു വന്നു. അധികാരികളെയും കൂട്ടുകാരെയും വിളിച്ചുണർത്തി എല്ലാവരും നിശ്ചയിച്ച സ്ഥലത്തേക്ക് യാത്രയായി. അവർ കുന്നിൻ മുകളിൽ ചെന്ന് കയറി. അപ്പോൾ ഭൂവുടമസ്ഥ പാഖാമിനോട് പറഞ്ഞു, ഇവിടെ നോക്കി കണ്ണസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും എടുക്കാം. പാഖാമിന് സന്തോഷം കൊണ്ട് ചിരി വന്നു. അയാൾ ചെരുപ്പ്, തൊപ്പി, കുപ്പ എന്നിവ അഴിച്ചു വെച്ച് കുറച്ച് ആഹാരവും കുപ്പി വെള്ളവും എടുത്ത് യാത്രയായി. ഏത് വഴിക്കാണ് ആദ്യം നടക്കേണ്ടതെന്ന്, ഏത് വഴിക്കായാലും ശരിയാണ്, എല്ലാ വഴിയും നല്ലത് തന്നെ. അങ്ങനെ അയാൾ നടക്കാൻ തുടങ്ങി. വളരെ ഒരുമാതിരി സാവധാനത്ത് അയാൾ നടന്നു. പിന്നീട് ഏകദേശം അയാൾ തൂമ്പക്കൊണ്ട് പിന്നെയും മുന്നോട്ട് നടന്നു. അങ്ങനെ അവിടെയും അയാൾ അടയാളം വെച്ചു. ഏകദേശം 3 മണിക്കൂർ നടന്നു. ഇനിയും 9 മണിക്കൂർ കൂടെ ഉണ്ടല്ലോ, പോരെങ്കിൽ ഈ സ്ഥലം നല്ല സ്ഥലമാണ്. അപ്പോൾ കുറേ നടക്കട്ടെ പാഖാം ഇങ്ങനെ നടക്കുന്നു. ഇടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു. ഒന്ന് കിടക്കണമെന്ന് അയാൾക്ക് തോന്നി. 1-2 മണിക്കൂർ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാം. അയാൾ എന്ത് നടക്കാതെ റെസ്റ്റ് എടുക്കാതെ വീണ്ടും നടന്നു. ഓരോ മണിക്കൂർ കഴിയുന്ന ഉഷ്ണം അധികമായി. കുന്നിന്മേൽ നിൽക്കുന്ന ആളുകൾ ഉറുമ്പുകളെ പോലെ അയാൾക്ക് തോന്നി. അങ്ങനെ പിന്നെ ക്ഷീണവും അധികമായി. വിയർപ്പിൽ കുളിച്ചു. കാൽ കുഴയുന്നത് പോലെ തോന്നി. അങ്ങനെ സൂര്യൻ ചക്രവാളത്തോട് കുന്നൊരു പുക പോലെ മാത്രം. അയ്യോ ഞാനെടുത്ത പണി, ഞാൻ ഒരിക്കലും അവിടെ ജീവനോടെ എത്തുന്നതല്ല, ഒരു സ്വത്ത് നിർവൃതി എൻ്റെ കാര്യം. അയാൾ ജീവനും കൊണ്ട് ഓടി. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നതിനായി കണ്ടു. ദീനസ്വരത്തിൽ ഞാൻ അയ്യോ എല്ലാം കലാശിച്ചു. കുന്നിൻമുകളിൽ അനുമോദനങ്ങൾ കേൾക്കും. ചുവട്ടിൽ നിന്നവർക്ക് സൂര്യൻ അപ്പുറത്തെങ്കിലും കുന്നിൻമുകളിൽ നിൽക്കുന്നവർക്ക് എല്ലാം കാണാമെന്ന് പെട്ടെന്ന് വെളിവുണ്ടായ പോലെ അയാൾ ധനികനായത്. അങ്ങനെ പാഖാം വീണുപോയി. പാഖാം വീണു. അയാളുടെ കാര്യസ്ഥന് സഹായത്തിന് ഹൃദയം പൊട്ടി രക്തം ഒലിച്ചു. അങ്ങനെ പാഖാം തൂമ്പയെടുത്ത് അയാളുടെ ശവസംസ്കാരത്തിലെ ഏർപ്പാടുകൾ. പാഖാമിന് എത്ര സ്ഥലമേ, അവർ 6 അടി മാത്രം. സാധു മനുഷ്യന് ഒരു 6 അടി മാത്രം മതി. അപ്പൊ മിസ് ഈ കഥ വായിച്ചത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മിസ് ഒന്നും കൂടി കറക്റ്റ് അതിന് ഉള്ളടക്കൊന്ന് പറയാം. ദുരന്ത കഥയായതെങ്ങനെ നമ്മൾ ചോദ്യം അല്ലേ. ഈ ഒരു കഥ ദുരന്ത കഥയായതെങ്ങനെ? എങ്ങനെയാണ് ദുരന്ത കഥയായത്? പാഖാം എന്ന് പറയുന്ന ഒരു കർഷകൻ, ആ കർഷകന് കർഷകന്റെ വീട്ടിലേക്ക് വന്ന് പറയുന്നു, നമ്മളെ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് നമ്മൾ എത്രയാണോ നടക്കുക അത്രത്തോളം ഭൂമി നമുക്ക് അളന്നെടുക്കാം, അങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്, താങ്കൾ വരുന്നോന്ന് ചോദിക്കും. ഞാൻ വരുന്നുണ്ട്, എനിക്ക് വേണം. ഒറ്റ ദിവസം കുറേ നടക്കാലോ, എന്നിട്ട് ആ ഫുള്ള് അതിർത്തി ഏക്കർ കണക്കിന് നടന്നാൽ ഒക്കെ എൻ്റെ അടുത്താവൂല, നിങ്ങൾക്കത് കിട്ടും. അങ്ങനെ അയാൾ ആ പ്രദേശത്തേക്ക് പോയി അവിടുത്തെ അധികാരികളോട് സംസാരിച്ച് എന്ത് ചെയ്യുന്നു, അധികാരികളോട് പറഞ്ഞു എല്ലാം ഉറപ്പിക്കുന്നു. അങ്ങനെ ഇയാൾ നടക്കുന്നു. കുറച്ച് ഭക്ഷണം വെള്ളം കൂടെ കരുതും. അപ്പം അധികാരികൾ പറഞ്ഞു, നിങ്ങൾ എത്ര വരെ പോയി അവിടെ തൂമ്പ കൊണ്ട് ഒരു അടയാളം വെക്കണം, എന്നിട്ട് അതിർത്തി തിരിച്ചോളൂ, നിങ്ങൾ അത് എടുത്തോളൂ എന്ന് പറയും. വെറും ദിവസം 100 രൂപ മാത്രം മതി. അപ്പം പാഖാമിന് സന്തോഷമാവും. അങ്ങനെ എന്ത് ചെയ്യും, പാഖാം ഇങ്ങനെ വേഗം അവിടെ പോയിട്ട് രാവിലെ അന്ന് രാത്രി അയാൾ ഉറങ്ങിയതേ ഇല്ല. ഭയങ്കര സ്വപ്നം കണ്ടു, ഞാൻ വലിയ ധനികനാവും, പണക്കാരനാവും, ഒരു ദിവസം കൊണ്ട് തന്നെ വലിയ പണിക്കാരൻ, എത്രയോ ഏക്കർ കണക്കിന് പ്രദേശം എൻ്റെ കീഴിലാക്കാലോ എന്നുള്ള ചിന്തയോട് പാഖാം എന്ത് ചെയ്യുന്നു, കുറേ നടന്നു പോകും. നടന്ന് പാഖാം കുറേ 1 ഏക്കറിലധികമാകുമ്പോൾ തിരിച്ച് നടന്ന് ഇവിടെ തന്നെ എത്തണം എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ പാഖാമിന് തിരിച്ച് രാത്രി ആയപ്പോൾ ഇവരെ എടുത്തെത്താൻ പറ്റിയില്ല. പാഖാമിനെ കയ്യും കാലവും കുഴഞ്ഞു. പാഖാം ദൈവമേ, എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് എന്നുള്ള ആലോചിച്ച് പാഖാം ക്ഷീണിച്ച് തളർന്ന് വീട് രക്തം ഛർദ്ദിച്ച് പാഖാം അവിടെ വീഴുന്നു. അവസാനം പാഖാം മരിക്കുന്നു. എന്നിട്ട് മരിക്കുമ്പം അധികാരികളും കൂടെ വന്ന ആൾക്കാരും പാഖാമിൻ്റെ ഡെഡ് ബോഡിയിലെ ശവം അവിടെ തന്നെ മണ്ണിൽ അവർ മറവ് ചെയ്യുന്നു അല്ലേ. ആ തൂമ്പ എടുത്ത് പാഖാം ഏത് തൂമ്പയാണ് എടുത്തത്, ആ തൂമ്പ എടുത്ത്
പാഖാമിന്റെ മൃതദേഹം അവരോട് അടക്കം ചെയ്യുന്നു. അങ്ങനെ പാഖാമിന് അപ്പൊ എത്ര അടി മാത്രം മതി ഒരു മനുഷ്യന് മരിക്കുമ്പോൾ അടക്കം ചെയ്യാൻ? വെറും 6 അടി മണ്ണ് മാത്രം. അങ്ങനെ ഇത്രയും വലിയ ഏക്കർ മാത്രം അഹങ്കാരം കൊണ്ട് സ്വപ്നം കണ്ടിരുന്ന പാഖാമിന് വെറും 6 അടി മാത്രം മതി എന്നാണ് കഥയുടെ അവസാനം വരുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യന് അഹങ്കാരം കൊണ്ട് എന്തുമാവാം എന്നുള്ളൊരു ചിന്ത, അതിന്റെ എക്സാമ്പിൾ ആണ് പാഖാം. പാഖാം 6 അടി മണ്ണിൽ ഉറങ്ങാണ് അവസാനം. പാഖാം മരിച്ചുപോയി. അങ്ങനെ ഇതൊരു ദുരന്ത കഥയാവുക ചെയ്യുന്നത് അല്ലേ. വെറും 6 അടി മണ്ണ് മാത്രം മതി ഒരു മനുഷ്യന്, അല്ലാതെ ഏക്കർ കണക്കിന് കുറേ സ്വത്തും പണവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യൻ എന്ത് വേണം? ഒരു മിനിമം ആഗ്രഹങ്ങളെ പറ്റൂലേ. ഓവറായിട്ട് നമ്മൾ ഓവർ ചിന്ത, ഓവർ അത്യാഗ്രഹം എന്നൊക്കെ പറയും. അത്യാഗ്രഹം ഒരു മനുഷ്യന്റെ എന്തിൽ മാത്രമേ കലാശിക്കുള്ളൂ? അദ്ദേഹത്തിന്റെ ദുരന്തത്തിൽ മാത്രമേ കലാശിക്കുന്നുള്ളൂ എന്നാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ കഥാകൃത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. എങ്ങനെ ഈ അപ്പൊ നമ്മുടെ നായകന്റെ പേര് മറന്നു പോകരുത്. എന്താണ് നമ്മുടെ നായകന്റെ പേര്? ലിയോ അല്ല, പാഖാം. അദ്ദേഹത്തിന്റെ എന്തായിരുന്നു അതെങ്ങനെ ദുരന്തകഥയായി മാറിയത്? പാഖാം അവസാനം മരിച്ചു പോകുന്നു അല്ലെ, മണ്ണോട് ചേരുന്നു. വെറും 6 അടി മണ്ണിൽ മാത്രം അലിഞ്ഞു ചേരുന്ന പാഖാമിന്റെ മൃതദേഹം. അത് എന്തിനെയാണ് കാണിക്കുന്നത്? മനുഷ്യന് ഒരിക്കലും അഹങ്കാരം പാടില്ല. എത്രയോ ഏക്കർ കണക്കിന് പിടിച്ചടക്കാം എന്നുള്ള അഹങ്കാരത്തോട് കൂടി പോയ പാഖാം അവസാനം എന്ത് ചെയ്തു? മരണത്തിന് കീഴടങ്ങുന്നു. അപ്പൊ ഇതെന്താണ് അല്ലേ? അപ്പൊ ഇതെന്താണെന്ന് പറയുന്നു നമുക്കൊരു ഭയങ്കര അതിമോഹം. എന്താണ് പണ്ടത്തെ പഴഞ്ചൊല്ല് പറ, അതിമോഹം ചക്രം ചവിട്ടും. പാഖാമിന്റെ കാര്യത്തിൽ ഇത് ശരി തന്നെ. എന്തായിരുന്നു പാഖാമിന്റെ അതിമോഹം? എന്തായിരുന്നു പാഖാമിന്റെ അതിമോഹം? മിസ് പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. എന്താ പാഖാമിന്റെ അതിമോഹം? പറ. എന്തായിരിക്കും? കൂടുതൽ ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കാം എന്നുള്ള അഹങ്കാരം. അതായിരുന്നു അദ്ദേഹത്തിന് അതിമോഹം. അതുകൊണ്ട് അയാൾക്ക് എന്തു സംഭവിച്ചു? അയാൾ അഹങ്കാരം കൊണ്ട് അതിമോഹം കൊണ്ട് കുറേ ഭൂമി സ്വന്തമാക്കാൻ പോയി. പക്ഷെ അദ്ദേഹം അവിടെ തന്നെ വീട് മരിക്കേണ്ട ഗതികേടാണ് വന്നത്. എന്തു കണ്ടിട്ടാണ് പാഖാമിന് വിഷാദമായത്? സൂര്യാസ്തമയം. സൂര്യൻ അസ്തമിക്കുന്നുണ്ടല്ലോ, ഇനി തിരിച്ചവിടെ ഞാൻ എങ്ങനെ? അപ്പോഴാണ് അയാൾ ശരിക്കും ഒരു റിയാലിറ്റി അയാൾക്ക് മനസ്സിലായത് അല്ലേ. പാഖാമിന് ആവശ്യമുള്ളിടത്തോളം ഭൂമി എടുക്കുന്നതിന് വിരോധമില്ല എന്ന് ഭൂവുടമ പറഞ്ഞപ്പോൾ പാഖാം ചോദിച്ചത് എന്ത്? ചിരിച്ചുല്ലേ. പാഖാം പരിഹാസത്തോടെ ചിരിച്ചു. ഞാൻ ഏക്കർ കണക്കിന് നടന്നു പോയിട്ട് ഒരു അതിർത്തിയിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നഷ്ടമല്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്? പാഖാം അയാളോട് ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും ധനമോഹത്തെയുമാണ് ഈ ഒരു കഥയിലൂടെ ലിയോ ടോൾസ്റ്റോയ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഭൂമി വാങ്ങുന്നതിന് എന്തെല്ലാം നടപടിക്രമങ്ങളാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നില്ല. ആധാരമൊക്കെ വേണം. നമുക്ക് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ എന്ത് വേണം? ആധാരം വേണം. പിന്നെ വരവറിയാതെ ചെലവ് ചെയ്യുന്നത് കൊണ്ടും ആഡംബര ജീവിതത്തിൽ മുഴുകുന്നത്, അതൊക്കെ മനുഷ്യന് അഹങ്കാരം തന്നെയാണ്. ദുരയുടെ ദുരന്തമാണ് അല്ലെ. ദുരന്തം അതൊരു ദുരന്ത കഥയായിട്ട് അവസാനിക്കുന്നു. കാരണം അതിമോഹം. പാഖാമിന്റെ അതിമോഹമാണ് ഇതൊരു ദുരന്ത കഥയെ അവസാനിക്കാനുള്ള കാരണം. ഓക്കെ. പിന്നെ എത്ര സമ്പാദിച്ചു കൂട്ടിയാലും പോരാ എന്നുള്ള മനുഷ്യന്റെ അഹങ്കാരമാണ് ഈ കഥയിലൂടെ പറയുന്നത്. തൻ്റെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരുന്ന ധനികരുടെ വിലപിടിച്ച ഭൂമിയും കെട്ടിടങ്ങളും കണ്ടിട്ടാണ് പാഖാമിന് എന്ത് വന്നത്? അഹങ്കാരം വന്നത്. തൊട്ടപ്പുറത്തുള്ളവൻ്റെ അത്രേക്കാൾ ഏക്കർ കണക്കിന് ഭൂമി എനിക്ക് വേണമെന്ന് വാശി പിടിച്ച ആളായിരുന്നു പാഖാം. അപ്പം നമ്മുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് പാഖാം. പാഖാമിന്റെ മരണത്തോടു കൂടിയ കഥ അവസാനിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു ദുരന്ത കഥയാണെന്ന് പറയാൻ കാരണം. പിന്നെ വേറെ നമ്മൾ മാധ്യമങ്ങളുടെ ലോകം അല്ലേ, നമ്മുടെ സോഷ്യൽ മീഡിയ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോകത്ത് എന്നുള്ള എസ്സേ എന്തായാലും വരും അല്ലേ. നമ്മൾ നവമാധ്യമങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എസ്സേ മാധ്യമങ്ങളുടെ ആവശ്യകത എന്ത് എന്നുള്ള 12 മാർക്കിന് എസ്സേ നിർബന്ധമായിട്ടും പഠിക്കാം. നമുക്ക് നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം എക്സാമ്പിളൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു കണ്ടന്റാണ് മാധ്യമങ്ങളുടെ ആവശ്യകത എന്ന ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.